നമസ്കാരം. ആട് 3 കഴിഞ്ഞ വ്യാഴാഴ്ച ഇറങ്ങിയ സിനിമയാണ്. നല്ല അഭിപ്രായങ്ങളും നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻസുമായി നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സിനിമ എത്രത്തോളം മികച്ചതാണ്, അല്ലെങ്കിൽ ഈ സിനിമ എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നതിനെക്കുറിച്ചൊക്കെ കുറേ റിവ്യൂസ് ഓൾറെഡി ഫസ്റ്റ് ഷോ കഴിഞ്ഞ ശേഷം മെയിൻ റിവ്യൂസൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ ഈ സിനിമ ഇന്നലെ രാത്രിയാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഇതൊരു പക്ക കോമഡി ആട് ഫ്രാഞ്ചൈസികളുടെ പാറ്റേണിൽ അതേ രീതിയിൽ തന്നെ തുടരുന്നൊരു സിനിമയാണ്. അപ്പോൾ ആട് 1 ഇറങ്ങിയപ്പോൾ തിയേറ്ററുകളിൽ വൻ വിജയമാകാതെ പോകാനുള്ള കാരണം, അന്ന് ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ ഈ ഒരു സിനിമ പറയുന്ന ആശയം അത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് കാണുന്ന ഓഡിയൻസിന് ഇതെന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടൊക്കെ മാസൊക്കെ ആയിട്ട് കാണിച്ച് മണ്ടത്തരം കാണിക്കുന്ന കഥാപാത്രങ്ങൾ, എല്ലാവരും മണ്ടന്മാർ, വില്ലന്മാരടക്കം മണ്ടന്മാർ, അങ്ങനെ ഒരു പാറ്റേണിലെടുത്ത സിനിമയായിരുന്നല്ലോ ആട് 1. പിന്നെ ടി വിയിലൊക്കെ വന്ന് ജനങ്ങൾക്ക് അതിൻ്റെ തമാശ അക്സെപ്റ്റ് ചെയ്ത് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇത് ഇത്തരം തമാശകൾ പറയാനായി എടുത്ത ഒരു സിനിമയാണ്, അതിൻ്റെ പാറ്റേൺ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ആസ്വദിക്കേണ്ട ഈ രീതിയിലാണ് എന്നുള്ള ഒരു ക്ലാരിറ്റി വന്നപ്പോഴേക്കും പടം തിയേറ്ററിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. പക്ഷേ ആട് 2 വന്നപ്പോൾ ജനങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് ഉള്ള പ്രതീക്ഷകൾ വളരെ ക്ലിയറായിരുന്നു. ഈ സിനിമയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് ഇത്രയാണ്: വെറുതെ പോയി ചിരിച്ചിട്ട് മടങ്ങാം, അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. എല്ലാ ക്യാരക്ടേഴ്സും, ഹീറോ ക്യാരക്ടർ ഉൾപ്പെടെ എന്തൊക്കെ മാസ് കാണിച്ചാലും അവസാനം എന്തെങ്കിലും അബദ്ധങ്ങളിലായിരിക്കും ചെന്ന് ചാടുക എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയതുകൊണ്ടാണ് ആട് 2 അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനും ആ സിനിമ വൻ ഹിറ്റായി മാറാനും കാരണം. എന്തായാലും ആട് 3 വന്നപ്പോൾ ഈ പറഞ്ഞ പ്രതീക്ഷകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും ആൾക്കാർ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ആടുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വലിയൊരു ക്യാൻവാസിൽ, ഒരു ബിഗ് സ്കെയിലിൽ, ഒരു ടൈം ട്രാവൽ ബാക്ക്ഗ്രൗണ്ടിലെടുത്ത ഒരു ഗംഭീര കോമഡി മൂവിയാണ് ആട് 3 എന്ന് നിസ്സംശയം പറയാം. വളരെ മികച്ചൊരു എൻ്റർടൈനിങ് മൊമെൻറ്റ്സ് ഒരുപാട് നമുക്ക് സമ്മാനിക്കുന്ന, കാണാൻ ഒരുപാട് വിഷ്വൽസ് ഉള്ള, അല്ലെങ്കിൽ പല കാലഘട്ടങ്ങളിലായിട്ട് പല ക്യാരക്ടേഴ്സിനെയും പല രീതിയിൽ കാണിക്കുന്ന സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കഥയിൽ വർത്തമാനകാലത്തിൽ ആട് 3 കാണിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്. അതാണ് ഫസ്റ്റ് കുറച്ച് സീനുകൾ കാണിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ അവർക്ക് കഥ പറയാനൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ ഒരു ഇതേ ക്യാരക്ടേഴ്സ് തന്നെ പഴയ കാലഘട്ടത്തിൽ ഏതൊക്കെ റോളുകളിൽ ഇവർ ഉണ്ടായിരുന്നു എന്ന രീതിയിലേക്ക് സിനിമ കാഴ്ച നമ്മളെ കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. കാരണം എപ്പിക് മൂവീസിലൊക്കെ കാണുന്ന പോലെ രാജാവും ചില നിധിയെ പിന്തുടർന്ന് വരുന്ന ആൾക്കാരും, അങ്ങനെ പുതുമയുള്ള കഥയൊന്നുമല്ല. പക്ഷേ മലയാള സിനിമ ഈ അടുത്ത കാലത്തായി ഒന്നും സ്കോർ ചെയ്യുന്ന കണ്ടൻറ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് മേക്കിംഗ് എന്നുള്ള ആ ഒരു ശക്തമായ ആ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ടല്ലോ, അത് ആട് 3ക്കും അവകാശപ്പെടാം. മിഥുൻ മാനുവൽ തോമസിൻ്റെ വളരെ ബ്രില്യൻ്റായ ഒരു എക്സിക്യൂഷനാണ് ആട് 3 എന്ന് പറഞ്ഞാൽ. ഈ സിനിമ ഒരു സാധാരണ സിനിമാസ്വാദകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ആട് എന്ന ജോണറിനെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ആസ്വാദകൻ എന്ന നിലയിൽ നിങ്ങൾ കാണുമ്പോൾ വളരെ മികച്ച സിനിമയായിട്ട് നിങ്ങൾ അംഗീകരിക്കുമെന്നല്ല. ഈ സിനിമ നല്ലൊരു എൻ്റർടൈനറാണ്. ഈ സിനിമ ഒരു മികച്ച കൊമേഴ്സ്യൽ ഹിറ്റ് ആവാനുള്ള എലിമെൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷെ അതിനപ്പുറം
എനിക്ക് ആദ്യത്തെ പകുതിയിൽ കുറച്ചുകൂടി നീളം കുറയ്ക്കാമായിരുന്നു, ചില രംഗങ്ങളുടെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ തോന്നി. അതേസമയം വളരെ മികച്ച കോമഡി രംഗങ്ങളും ഈ സിനിമയിലുണ്ട്. മനസ്സിൽ ഓർത്ത് വയ്ക്കാവുന്ന, തിയേറ്റർ വിട്ട് വന്നാലും ചില രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. കുട്ടികളെയും കൂട്ടി ഫാമിലിയായിട്ട് ഈ വെക്കേഷന് കാണാൻ പോകാൻ പറ്റാവുന്ന സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആട് 3 എന്ന് തന്നെ പറയാം. കാരണം കുട്ടികളെ പൊട്ടിച്ചിരിപ്പിക്കാനും മുതിർന്നവരെയും അത്യാവശ്യം നന്നായി ചിരിപ്പിക്കാനും കഴിയുന്ന ഒരു കോമഡി മൂവി തന്നെയാണ് ആട് 3. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ആട് സിനിമ മുൻപ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാം. കാരണം കുറച്ചുകൂടി വമ്പൻ സ്കെയിൽ വിഷ്വൽ രംഗങ്ങളാൽ സമ്പന്നമായ ഒരു സിനിമയാണ്. അതേസമയം ആടിൻ്റെ എല്ലാ തമാശകളും അതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ എല്ലാം മാസ് ഹീറോ പരിവേഷത്തോടു കൂടി അവതരിപ്പിക്കുന്ന ഗംഭീര ഇൻട്രോസും ഒക്കെ ചേർന്ന നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ. സത്യത്തിൽ ഇതിനകത്തെ മാസ് ഇൻട്രോ സീൻസ് മെയിൻ ക്യാരക്ടേഴ്സിന്, സാത്താൻ സേവറിൻ്റെയൊക്കെ ഇൻട്രോ സീനൊക്കെ സത്യം പറഞ്ഞാൽ തമിഴ്, തെലുങ്ക് മാസ് ആക്ഷൻ പടങ്ങളിലൊക്കെ കാണുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് തോന്നി. ഡ്യൂഡിൻ്റെ ഒരു ഇൻട്രോ സീനുണ്ട് സെക്കൻഡ് ഹാഫിൽ, അതൊക്കെ അതിഗംഭീരമാണ്. എന്തായാലും ഈ വെക്കേഷന് തിയേറ്ററുകളിൽ എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടി ആട് 3 ഷാജി പാപ്പനും സംഘവും ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഈ സിനിമ ഒരു എൻ്റർടൈനർ എന്ന നിലയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു സിനിമ നിരൂപകനല്ല, പകരം സിനിമ ആസ്വാദകനാണ്. ആ രീതിയിലാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടത് ഒരു നഷ്ടമായി തോന്നിയില്ല. കുറേ നേരം എല്ലാം മറന്ന് ചിരിക്കാനും വേറൊരു ലോകത്ത് പോയി ഇരുന്ന ഒരു ഫീല് കിട്ടാൻ, നമുക്ക് ആ ഒരു ഫീല് തരാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. മുൻപത്തെ ആട് 1 ആട് 2 കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ കാണാൻ നിങ്ങൾ പോവേണ്ടതില്ല. കാരണം ഇതും നിങ്ങൾക്കൊട്ടും തന്നെ ആ ലോജിക്കോ അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന രംഗങ്ങളോ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ ഇത്തരമൊരു പാറ്റേണിലുള്ള സിനിമകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ മിസ്സാക്കരുത്. ആട് 1 ആട് 2 ഒരുപാട് വിഷ്വൽസ് അല്ലെങ്കിൽ വലിയ സ്കെയിലിൽ എടുത്തിട്ടുള്ളൊരു മലയാള സിനിമയാണ് ആട് 3. ധൈര്യമായി നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു.